ദി സീക്രട്ട് എന്ന പ്രശസ്ത പുസ്തകത്തിൻ്റെ 10-ാം അധ്യായം ദി സീക്രട്ട് ടു ലൈഫ്, ജീവിതത്തിൻ്റെ രഹസ്യം എന്നതാണ്. ഈ അധ്യായം ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ എന്ന ആശയത്തെ ആഴത്തിൽ വിശദീകരിക്കുന്നു. അതായത് നാം ആലോചിക്കുന്നതും വിശ്വസിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആകർഷിക്കപ്പെടുന്നു എന്ന സിദ്ധാന്തം. ലോകപ്രശസ്ത ഫുട്ബോൾ താരം ലിയോണൽ മെസ്സിയുടെ ജീവിതം ഈ സിദ്ധാന്തത്തിൻ്റെ മികച്ച ഉദാഹരണമാണ്. മെസ്സിയുടെ ജീവിതത്തിലെ ചില പ്രധാന ഘട്ടങ്ങൾ ദി സീക്രട്ട് എന്ന പുസ്തകത്തിലെ 10-ാം അധ്യായത്തിൻ്റെ ആശയങ്ങളുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കാം. വിഷൻ, വലിയ സ്വപ്നങ്ങൾ കാണുക. യു ബിക്കം വാട്ട് യു തിങ്ക് അബൌട്ട് മോസ്റ്റ്, ബട്ട് യു ഓൾസോ അട്രാക്ട് വാട്ട് യു തിങ്ക് അബൌട്ട് മോസ്റ്റ്. നിങ്ങൾ കൂടുതലായി ചിന്തിക്കുന്നതാകാൻ നിങ്ങൾക്ക് കഴിയുകയും കൂടാതെ നിങ്ങൾ കൂടുതലായി ചിന്തിക്കുന്നതിനെ നിങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. ലിയോണൽ മെസ്സി ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോൾ കളിക്കാരനാകാൻ വലിയ സ്വപ്നം കണ്ടു. മെസ്സി തൻ്റെ കഴിവുകളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി ലോകത്തെ മികച്ച ഫുട്ബോൾ താരമായിരിക്കണം എന്ന ലക്ഷ്യം മനസ്സിലുറപ്പിച്ചു. 2. ഡിസയർ, ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയം. യുവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ക്രിയേറ്റ് യുവർ ലൈഫ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നു. മെസ്സിക്ക് 10 വയസ്സിൽ വളർച്ചാ ഹോർമോൺ കുറവ്, ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന ആരോഗ്യ പ്രശ്നം കണ്ടെത്തപ്പെട്ടു. ഈ വെല്ലുവിളി നേരിട്ടപ്പോഴും ഫുട്ബോൾ കളിക്കാരനാകാനുള്ള ആഗ്രഹം മെസ്സിയെ ചികിത്സകൾക്ക് വിധേയനാക്കാനും പ്രതിദിനം കഠിനമായി പരിശ്രമിക്കാനും പരിശീലിക്കാനും പ്രേരിപ്പിച്ചു. ബിലീവ്, സ്വയം വിശ്വസിക്കുക. ബിലീവ് ദാറ്റ് യു ഹാവ് ഇറ്റ് ആൻഡ് യു വിൽ ഹാവ് ഇറ്റ്. നിങ്ങൾ അത് ഉണ്ടെന്ന് വിശ്വസിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും. മെസ്സി തൻ്റെ കഴിവുകളിൽ ഉറച്ച വിശ്വാസം പുലർത്തി. തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും മുന്നിൽ തളർന്നില്ല. താൻ ലോകത്തിലെ മികച്ച ഫുട്ബോൾ താരമാകുമെന്ന് താൻ വിശ്വസിക്കുന്നു എന്ന ആത്മവിശ്വാസം മെസ്സിയെ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ മുന്നോട്ട് നയിച്ചു. ഡിറ്റർമിനേഷൻ, കഠിനാധ്വാനം. ആസ്ക് വൺസ്, ബിലീവ് യു ഹാവ് റിസീവ്ഡ്, ആൻഡ് ആൾ യു ഹാവ് ടു ഡു റിസീവ് ഈസ് ഫീൽ ഗുഡ്. ഒരു പ്രാവശ്യം ചോദിക്കുക, നിങ്ങൾക്ക് ലഭിച്ചെന്ന് വിശ്വസിക്കുക. ലഭിക്കാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത് സന്തോഷം അനുഭവിക്കുക മാത്രമാണ്. മെസ്സി പ്രതിദിനം കഠിനാധ്വാനം ചെയ്തു. തൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചു. ഞാൻ മികച്ച ഫുട്ബോൾ താരമാകാൻ കഠിനാധ്വാനം ചെയ്യുന്നു എന്ന ചിന്തയോടെ മെസ്സി തൻ്റെ കഴിവുകൾ വികസിപ്പിക്കുകയും ലോകമെമ്പാടും പ്രശസ്തി ആർജിക്കുകയും ചെയ്തു. 5. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ള മനോഭാവം. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ പവർഫുൾ പ്രോസസ് ഫോർ ഷിഫ്റ്റിംഗ് യുവർ എനർജി ആൻഡ് ബ്രിങ്ങിങ് മോർ ഓഫ് വാട്ട് യു വാണ്ട് ഇൻ ടു യുവർ ലൈഫ്. നന്ദിയുള്ള മനോഭാവം നിങ്ങളുടെ ഊർജത്തെ മാറ്റാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനും ശക്തമായ പ്രക്രിയയാണ്. മെസ്സി തൻ്റെ ടീം അംഗങ്ങൾക്ക്, പരിശീലകർക്കും കുടുംബത്തിനും അനുഭവിച്ച എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കുന്നു. ഞാൻ ലഭിച്ച എല്ലാ അവസരങ്ങൾക്കും നന്ദിയുള്ളവനാണ് എന്ന മനോഭാവം മെസ്സിയെ കൂടുതൽ വിജയത്തിലേക്ക് നയിക്കുന്നു. ദി സീക്രട്ട് എന്ന പുസ്തകത്തിലെ 9-ാം അധ്യായം പറയുന്ന ആകർഷണത്തിൻ്റെ നിയമം ലിയോണൽ മെസ്സിയുടെ ജീവിതത്തിൽ വ്യക്തമായി കാണാം. വലിയ സ്വപ്നങ്ങൾ കാണുക, ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയം, സ്വയം വിശ്വസിക്കുക, കഠിനാധ്വാനം, നന്ദിയുള്ള മനോഭാവം, ഇവ മെസ്സിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നു എന്ന സിദ്ധാന്തം മെസ്സിയുടെ ജീവിതത്തിൽ തെളിയിച്ചിരിക്കുന്നു. തിങ്ക് ബിഗ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, വർക്ക് ഹാർഡ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ, ജസ്റ്റ് ലൈക്ക് ലിയോണൽ മെസ്സി. ദി സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.